ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഊണാണ്. അത് സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുമൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ലഞ്ച് പെട്ടെന്ന് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എളുപ്പത്തിലുള്ള സാമ്പാറാണ്. അതിന് ഞാനിവിടെ ഒരു 1/2 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിനി നല്ലപോലെ കഴുകിയതിന് ശേഷം കുതിരാനായി വയ്ക്കാം. അപ്പോൾ നമുക്ക് കുതിരാനായി വെച്ച ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളത്. ഇനി ഈ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒന്നിച്ചാണ് വേവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാം. പക്ഷേ വെണ്ടയ്ക്കയൊക്കെ ഈ കൂട്ടത്തിലിട്ടാൽ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകും. വെണ്ടയ്ക്ക ഞാനിതിൽ ചേർക്കുന്നില്ല. പിന്നെ ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത്. അപ്പോൾ പച്ചക്കറികളും ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ ആദ്യം കുറച്ചൊഴിക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇതിനെ ഒന്നുകൂടെ പിഴിഞ്ഞ് എടുത്തൊഴിക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പച്ചക്കറികൾ, പരിപ്പ്, പുളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ കുക്കറിൽ അടുപ്പത്ത് വെച്ചു. ഇനി ഇത് അടപ്പടച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ ബർണറിലാണ് വെച്ചിരുന്നത്. ഇപ്പം ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തു. 3 വിസിലാണ്. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. കടുക് ഇട്ട് കൊടുത്തു. നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർക്കാം. നമുക്കൊരു പകുതി സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ചേർക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്കിന് ആ ചൂടിൽ ഇതിനെ ഒന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട, പൊടികൾ കരിഞ്ഞു പോകും. ഒരല്പം കായപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി. ആദ്യം നമ്മൾ ചേർത്തിട്ടുണ്ട്. കുക്കറിൻ്റെ അടപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയ ഈ പൊടികൾ മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എരിവൊക്കെ നോക്കാം. എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവരവരുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം. ഉപ്പ്, പുളിയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. പുളി നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരുന്നതിൽ തന്നെ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച്, നേരത്തെ എടുത്തത് തന്നെയായിരുന്നു. അതിൽ നമ്മൾ നേരത്തെ കുറേ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് പുളിയൊക്കെ അവരവരുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഉപ്പ് നോക്കാം. പുളി ഞാനൊരൽപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുളി, ഉപ്പ് എല്ലാം തന്നെ പാകത്തിനുണ്ട്. എരിവ് ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ചോറിന് ഒഴിക്കാനുള്ള സാമ്പാർ റെഡിയായി. നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒരു തോരനാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിൽ ഉഴുന്ന് പരിപ്പ്, കടുക്, വറ്റൽമുളക് ഇതൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. വേറെ പച്ചക്കറികളൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തോരൻ മറ്റേ അടുപ്പിലോട്ട് മാറ്റി എന്നിട്ട് മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ ഞാൻ ഓൾറെഡി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ മുമ്പെടുത്ത് പുറത്ത് വെച്ചിരുന്നു. അപ്പോൾ മുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി അതെല്ലാം മിക്സ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഒരു 2 ചെറിയ ഉള്ളി കൂടെ ചതച്ച് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ തോരന് വേണ്ടിയുള്ള ഫ്രൂട്ട് റെഡിയാക്കണം. ഒരു തേങ്ങയുടെ ഒരു 1/4 ഭാഗം മതിയാകും. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 2-3 വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ചതച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. കൈ കൊണ്ട് മിക്സ് ചെയ്ത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. ഉള്ളിത്തോരനാണ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിതിൽ 2 മുട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട കഴിക്കാത്തവർക്ക് നമുക്ക് വെറും ഉള്ളി മാത്രമിട്ട് തോരനാക്കി എടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ചൂടാകണം. നമുക്ക് മുട്ടയ്ക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. തോരൻ റെഡിയായി.